ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സരിഗ സംഗീത വിദ്യാലയം നിങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്, വയലിൻ, അതുപോലെ വായ്പാട്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ക്ലാസ് എടുത്തു തരാം. ദൂരമോ പ്രായമോ ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ ഫോൺ നമ്പർ 7510 520 887. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 860 630 7451. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ ചുക്ക് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് പഠിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മയാണ്. ഇതിൻ്റെ സംഗീതം പറവൂർ ജി ദേവരാജനാണ്. ചുക്ക് എന്ന സിനിമ 1973 തിയേറ്ററുകളിൽ എത്തുന്നത്. വളരെ മനോഹരമായ ആ ഗാനം, ആ സിനിമയിൽ ഈ ഗാനം നമുക്കൊന്ന് പഠിക്കാം. മിസ്റ്റർ ശിവരഞ്ജിനി എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. അത് ഞാൻ സ്വരം പറഞ്ഞുതരാം. രണ്ടു കെട്ട് ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. സാരി സ പ ദ പ ഗരി രി സാരി സ പ ദ പ ഗരി രി കാദംബരി പുഷ്പ സദസിൽ കാദംബരി പുഷ്പ സദസിൽ കൗമാരം സദ സദ സ സദ സ ത സ കൗമാരം കൊരുത്തതണി മാല്യം തിരികരി സ. ഇനി മൊത്തമായിട്ട് വായിക്കാം. കാദംബരി പുഷ്പ സദസിൽ കൗമാരം കൊരുത്തതണി മാല്യം. രി ഗ ഗ ഗ ഗരി ഗ മ ഗരി സദ രി ഗ ഗ ഗ ഗരി ഗ മ രി ഗ ഗ ഗ ഗരി ഗ മ ഗരി സ ദ ഗരി ഗ മ ഗരി സ ദ ഗരി ഗ മ ഗരി സ ദ കാമമാം കുരണ്യം രി ഗ ഗ ഗരി ഗ മ ഗരി സ ദ സദ സ രി ഗ മ ഗ മ മ മ മ സ ത സ ത സ രി ഗ മ സ സ ത സ രി ഗ മ ഗ മ മ മ മ കാമമാം കുരണ്യം മാ വീണഴിഞ്ഞ മാറിൽ വീണഴിഞ്ഞ നിർമാല്യം ഞാൻ പാമപദസനി ദ പാമപദസനി
പമപദ സനി പമഗ പമപധനി എന്നാണ്, പക്ഷെ സായുടെ ടച്ചോട് കൂടിയാണ് നീ വായിക്കാൻ. പമപ പമപധനി ദപമ പമപദ പമപധനി ദപ ദമഗ പമപധനി പമഗ നിർമാല്യം ഞാൻ നിർമാല്യം നിർമാല്യം രീ സരിമ പപ മരിസനി രീ സരിമ പപ രീ സരിമ പ മരിസനി കാദംബരി പുഷ്പസദസിൽ കൗമാരം കൊരുത്തതണി മാല്യം. കാമമാം കുരങ്ങിൻ കാമമാം കുരങ്ങിൻ സദസാരി ഗമ ഗമ സദസാരി ഗമ ഗമ നിർമാ നിർമാ പമപദ നിർമാല്യം ഞാൻ പമപ പമപദ പമപദ സനി പമഗ പമപദ സനി പമഗ പമപദനി പമഗ എന്നാണ്, പക്ഷെ സായുടെ ടച്ചോട് കൊടുത്ത് നീ വായിക്കണം. നിർമാല്യം ഞാൻ നിർമാല്യം ശ്രീ സരിമ പമരിസനി നിർമാല്യം കാദംബരി പുഷ്പ സദസിൽ കാദംബരി പുഷ്പ സദസിൽ കൗമാരം കൊരുത്തതണി മാല്യം. കാമമാം കുരങ്ങിൻ മാറിനഴിഞ്ഞ നിർമാല്യം ഞാൻ നിർമാല്യം കാദംബരി പുഷ്പ സദസിൽ കൗമാരം കൊരുത്തതണി മാല്യം.
ഇത്രയാണ് ഈ പാട്ടിൻ്റെ പല്ലവി എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പാട്ടാണ്. പി സുശീലയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് തോന്നുന്നു എനിക്ക്. എന്തായാലും താല്പര്യമുള്ളവർ പഠിക്കുക. നിങ്ങളിത് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കണ്ടിട്ട് ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് നിങ്ങൾ കീബോർഡിലോ ഹാർമോണിയത്തിലോ ഈ പാട്ട് വായിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ നോട്ടുകൾ വയലിനിലോ ഗിറ്റാറിലോ ഒക്കെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുല്ലാങ്കുഴലിലോ ഒക്കെ വായിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു കീബോർഡിൽ വായിക്കുന്ന ഒരു നോട്ട് നമ്മളിത് വേറെ ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുമ്പോൾ അതിൻ്റെ മോഡുലേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ അതിൻ്റെ ഫിനിഷിങ് വരത്തുള്ളൂ. നോട്ടൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും അതിനൊരു മോഡുലേഷനുണ്ട്. ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ അത് ചെയ്യാൻ എക്സ്പേർട്ടായിട്ടുള്ളവർ വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ട് തോന്നുന്നത്. നോട്ട് എല്ലാം ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം കീബോർഡിൽ തന്നെ വയലിൻ എന്ന ഉപകരണത്തിൻ്റെ ഒരു വോയിസ് ഇട്ട് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ ടോൺ ഇട്ട് വായിക്കുകയാണെങ്കിൽ ആ വയലിൻ്റെ മോഡുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ആ വായിക്കുന്ന കീബോർഡ് പ്ലെയർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് അതിന് കൃത്യത കൂടുന്നത്. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റും. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ.